ഇപ്പോൾ സംഭവിച്ച ഏറ്റവും ഒടുവിലത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ 2 ദിവസമായി കാത്തിരിക്കുന്ന ബെയിലി പാലം തുറന്നു കൊടുത്തു എന്നതാണ്. മേജർ ജനറൽ അതുവഴി സഞ്ചരിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രായോഗിക ക്ഷമത ഉറപ്പുവരുത്തിയിരിക്കുന്നു. ഇത് ചൂരൽമലയും മുണ്ടക്കൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമായിരുന്നു. ഈ പാലം ഇവിടെ ഉണ്ടായിരുന്ന പാലമാണ് തകർന്നത്. ഏക വഴി മുണ്ടക്കൈയിൽ നിന്ന് ചൂരൽമലയിൽ എത്താനുള്ള ഏക വഴിയായിരുന്നു അത് തകർന്നു പോയി. അതിന് പകരമായിട്ടാണ് ഇപ്പോൾ ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതുവഴിയാണ് ഇനി മുണ്ടക്കൈയിൽ നിന്ന് പുഞ്ചിരിമട്ടം വരെയുള്ള പ്രദേശത്ത് നടത്തേണ്ട ദൗത്യത്തിന്റെ മഹാദൗത്യത്തിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ ഇനിയും ആരെങ്കിലും ജീവനോട് ശേഷിക്കുന്നുണ്ടോ അതോ മൃതദേഹങ്ങളായി അവിടെ മറഞ്ഞു കിടപ്പുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കാനുള്ള ആധുനിക യന്ത്രങ്ങൾ ഇനി ഇതുവഴിയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. മഹേഷ് വീണ്ടും നമ്മുടെ ചേരുകയാണ്. മഹേഷ്, ഇപ്പോൾ പൂർണ്ണമായും അത് പ്രവർത്തന സജ്ജമായി എന്ന് പറയാം അല്ലേ? എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ? സേനയ്ക്ക് ഇത് വലിയൊരു നേട്ടമാണ്. കുറച്ച് സമയത്തിനുള്ളിൽ ഈ ദൗത്യം ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന ഈ ദൗത്യം കംപ്ലീറ്റ് ചെയ്യാൻ സേനയ്ക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ സാധിച്ചു. ഇത് ഉണ്ടാക്കിയ ജവാന്മാരുടെ ഒരു കാര്യക്ഷമതയും ഹാർഡ് വർക്കും ആണ് ഇതിൻ്റെ പിന്നിൽ. അവരുടെ ഈ ഉപലബ്ധി, Indian Army is proud of their achievement by which this bridge could be made in record time. This is going to be handed over to the civil government for their use, and this will give further impetus to the rescue operations here. ഓക്കെ സാർ, ഇത് ഇന്ന് രാവിലെ തന്നെ സാർ പറഞ്ഞിരുന്നു, ഇത്രയും വലിയൊരു ദുരന്തമുഖം ഈ സമീപകാലത്ത് കണ്ടിട്ടില്ല. ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴും ഇത്ര വലിയൊരു വ്യാപ്തി നമ്മൾ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ പാലം ഇപ്പോൾ പൂർണ്ണമായി സജ്ജമാകുമ്പോൾ ഇന്ത്യൻ സൈന്യം എത്രമാത്രം ആത്മവിശ്വാസമാണ് നമുക്ക് നൽകുന്നത്? ഇന്ത്യൻ സൈന്യം എപ്പോഴും ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ എന്ത് തരത്തിലുള്ള ജോലി ഞങ്ങളെ ഏൽപ്പിച്ചാലും ഞങ്ങൾ ഭംഗിയായിട്ട് തീർക്കും. വി ആർ കോൺഫിഡൻറ്റ് ഓഫ് അവർ എബിലിറ്റി ഇൻ മാനേജിങ് ആൻഡ് കംപ്ലീറ്റിംഗ് എനി ടാസ്ക് ദാറ്റ് ഈസ് ബിഫോർ അസ്. നമ്മളെ വാഹനങ്ങൾ, സൈനിക വാഹനങ്ങൾ ഇനി ഇതുവഴി മുകളിലേക്ക് എത്തും. അവിടെ മുണ്ടക്കൈയിൽ നിന്ന് പിന്നീട് പുഞ്ചിരിവട്ടത്തേക്ക് നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്ത് അവിടെയും രക്ഷാദൗത്യം ഏകോപിപ്പിക്കും. എല്ലായിടത്തും പോകാൻ സാധിക്കും ഈ ബ്രിഡ്ജ് വഴി. മാത്രമല്ല ഇത് സാധാരണക്കാർക്കും കൂടി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഇത് സിവിൽ ഗവൺമെന്റിനാണ് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. എല്ലാവർക്കും ഈ ബ്രിഡ്ജ് ഉപയോഗിക്കാം. സൈനിക വാഹനത്തിന് മാത്രമല്ല, ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും വലുതാണ് ഇവിടെ ഈ വെതർ ക്ലൈമറ്റ്. ഇവിടെ മഴ കൂടുതലുള്ളതുകൊണ്ട് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അതാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാകേണ്ട ബ്രിഡ്ജ് ഇന്ന് വൈകുന്നേരം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. സ്ഥലപരിമിതിയായിരുന്നു രണ്ടാമത്തെ വെല്ലുവിളി. എന്നിട്ടും ഇത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ആളുകൾ വളരെയധികം സഹകരിച്ചു. പോലീസ്, സിവിൽ അഡ്മിനിസ്ട്രേഷൻ എല്ലാവരും നമ്മുടെ കൂടെ സഹകരിച്ചു. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ സാധിച്ചത്. ഇനി രക്ഷാദൗത്യം കൂടുതൽ എളുപ്പമാണ്. ഇനി വളരെ എളുപ്പമായ രക്ഷാദൗത്യം. അതാണ് ഞങ്ങൾ. ഓൾ ദി ബെസ്റ്റ്. അതാണ് പ്രമോദ്, മേജർ ജനറൽ പറഞ്ഞത്. വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ആ വെല്ലുവിളികൾക്കപ്പുറത്തേക്ക് ഇത് മറികടക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിനപ്പുറത്തേക്ക് ഇന്ന് മഴ കനത്തു പെയ്തത് കൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഞങ്ങൾ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർണ്ണമായി പൂർത്തിയാക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സൈനിക വാഹനങ്ങൾ മാത്രമല്ല, ഒരു സാധാരണ വാഹനം, ഏതൊരു വാഹനം ഈ പാലത്തിലൂടെ കടന്നു പോകും. അപ്പോൾ വലിയ വെല്ലുവിളികൾ നിറഞ്ഞ, അല്ലെങ്കിൽ സമീപകാലത്തൊന്നും, അദ്ദേഹം തന്നെ രാവിലെ പറഞ്ഞ അങ്ങനെയാണ്, സമീപകാലത്തൊന്നും ഇങ്ങനെ ഒരു ദുരന്തമുഖത്തേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തീർച്ചയായും നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ഈ നിമിഷത്തിൽ, ഈ ദുരന്തത്തിന്റെ നിമിഷത്തിലാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ആശ്വാസകരമായ കാര്യം കൂടിയാണ്. അതുവഴി സാധാരണക്കാർക്കും സൈനിക വാഹനങ്ങൾക്കും ഒക്കെ പോകാൻ കഴിയുന്ന വിധത്തിലാണത് ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത് എന്നതാണ് സൈനിക മേധാവി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ